അബ്കാരി ഓഫീസർ പൊതുവായി എക്സൈസ് കമ്മീഷണറെയാണ് അബ്കാരി ഓഫീസർ എന്നറിയപ്പെടുന്നത്. സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ച് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കാൻ നിയമപരമായി നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെയും അബ്കാരി ഓഫീസർ എന്ന് പറയാം. ഇനി മദ്യത്തിൻ്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ നോക്കാം. സെക്ഷൻ 6. മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുസരിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷനാണ് സെക്ഷൻ 6. മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യനിർമ്മാണത്തിനാവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൾപ്പെടുന്ന അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നിവയ്ക്ക് ഇറക്കുമതി ഫീസില്ല. സെക്ഷൻ 7. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുത് എന്ന് അനുസരിക്കുന്ന അബ്കാരി നിയമം 1077 സെക്ഷനാണ് സെക്ഷൻ 7. അടുത്തത് സെക്ഷൻ 8. ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വെക്കൽ, വിൽപ്പന എന്നിവയിലൂടെ നിരോധനത്തെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷനാണ് സെക്ഷൻ 8. സെക്ഷൻ 8(1) ഒരു വ്യക്തിക്കും ഏതൊരു രൂപത്തിലുമുള്ള ചാരായം നിർമ്മിക്കാനോ കൈവശം വെക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റ് ഇല്ലാതെ ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനുള്ള അനുമതിയോ ഇല്ല. അതാണ് 8(1) പറയുന്നത്. ഇനി സെക്ഷൻ 8(2) നോക്കാം. സെക്ഷൻ 8(1) പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ഒരു വ്യക്തി ലംഘിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 10 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ശിക്ഷയുമായി ലഭിക്കുന്നതുമാണ്. അടുത്തത് സെക്ഷൻ 9. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷനാണ് സെക്ഷൻ 9. അബ്കാരി ആക്ട് 1077 സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്നതിനായുള്ള നിയമങ്ങൾ കാലങ്ങളായി സർക്കാരിന് വിജ്ഞാപനമായി